ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. 2025 ഡിസംബർ 19 അവതാർ എന്ന് പറയുന്ന സീരീസിന്റെ 3-ാം ഭാഗമായ ഫയർ ആൻഡ് ആഷ് ലോകമെമ്പാടും റിലീസ് ചെയ്തു. ഇതിന്റെ പോപ്പുലാരിറ്റിയുടെ ഭാഗമായി ലോകത്തുള്ള എല്ലാ മുക്കിലും മൂലയിലും ഇതിന്റെ റിലീസിംഗ് ഉണ്ടായിട്ടുണ്ട്. 2009 അവതാറിന്റെ ഫസ്റ്റ് സീരീസ് റിലീസ് ചെയ്യുന്നത്. അന്ന് വരെയുള്ള സിനിമകളിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ് ആയിരുന്നു 2009 അവതാർ. വിഷ്വലായിട്ടും ടെക്നിക്കൽ വൈസും 3Dയുടെ ഉപയോഗവും കാരണം എല്ലാവരുടെയും ഇടയിൽ വളരെ പോപ്പുലാരിറ്റി ഈ അവതാറിൻ്റെ ഫസ്റ്റ് സീരീസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഫിലിമായിട്ട് അത് മാറുകയും ചെയ്തു. 2009 ഫസ്റ്റ് പാർട്ടിന് ശേഷം 12 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് 2022 അതിൻ്റെ 2-ാം ഭാഗമായ വേ ഓഫ് വാട്ടർ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിനേക്കാളും കൂടുതൽ വിഷ്വൽ ട്രീറ്റും ടെക്നിക്കൽ ഡെവലപ്മെൻറ്റും 2022 ഇറങ്ങിയ വേ ഓഫ് വാട്ടറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ സക്സസിൻ്റെയും കാരണം. അവതാർ സിനിമയുടെ 5 ഭാഗങ്ങൾ ഇറക്കാനാണ് ജെയിംസ് കാമറൂൻ്റെ വിഷൻ. അതിന് ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ 3 പാർട്ടുകൾ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അതിലെ ലേറ്റസ്റ്റ് പാർട്ടാണ് ഫയർ ആൻഡ് ആഷ്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് പണ്ടോറയിലെ ജനങ്ങളും മനുഷ്യരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ്. മനുഷ്യരുടെ കോളനൈസേഷൻ്റെ ഭാഗമായിട്ട് പണ്ടോറയിൽ ചെന്ന് കോളനൈസേഷൻ തുടങ്ങാനായിട്ടുള്ള ശ്രമങ്ങളും പണ്ടോറയിലെ ജനങ്ങൾ മനുഷ്യരുമായിട്ടുള്ള ഫൈറ്റ് ബാക്കുമാണ് ആദ്യ 3 ഭാഗങ്ങളിലും ജെയിംസ് കാമറൂൺ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പണ്ടോറയിലെ ജനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് നാവി ഗ്രൂപ്പ്. പിന്നെ അതിനോട് ഭാഗമായിട്ട് കുറേ സബ് ഗ്രൂപ്പുകൾ ഗോത്രങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നതാണ്. കടലും കായലും എന്താ പറയുക കാടും മലകളുമായിട്ട് എല്ലാം ഒരു കണക്ഷൻ അവർക്കുണ്ട്. ആ കണക്ഷന് അവരൊരു വലിയൊരു വിശ്വാസവുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. അതിനെയും ജെയിംസ് കാമറൂൺ ഈ അവതാർ സീരീസിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വലിയ നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്ക് എല്ലാ മനുഷ്യരും ആ പണ്ടോറയിലുള്ള മനുഷ്യരുമായിട്ടും മൃഗങ്ങളുമായിട്ടും ജീവജാലങ്ങളുമായിട്ടും കണക്റ്റഡ് ആണെന്നും ആ കണക്ഷൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് മദർ ഏവ ആണെന്നും ജെയിംസ് കാമറൂൺ ഈ 3 സീരീസിലും പറയുന്നുണ്ട്. അത് മനുഷ്യർക്ക്, നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പണ്ടോറയിലെ ജനങ്ങൾക്ക് അതിപ്പോഴും ഉണ്ടെന്നും അവരതിനെ സംരക്ഷിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതുമായിട്ട് ഇഴകിച്ചേർന്ന് ജീവിക്കാനുമാണ് അവർ ശ്രമിക്കുന്നതെന്നുമാണ് ജെയിംസ് കാമറൂൺ ഈ 3 സീരീസിലൂടെ പറയാനായിട്ട് ശ്രമിച്ചത്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് ഫയർ ആൻഡ് ആഷ് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ വളരെ ആസ്വദിച്ച് കണ്ട ഒരു സിനിമയാണ് ഫയർ ആൻഡ് ആഷ്. ആദ്യത്തെ 2 ഭാഗങ്ങളുടെ ഭാഗമായിട്ട് ഒരു കണക്ഷൻ ഈ ഫയർ ആൻഡ് ആഷിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യുദ്ധത്തിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം ആദ്യത്തെ 2 ഭാഗങ്ങളുള്ളതുപോലെ തന്നെയാണ് ഫയർ ആൻഡ് ആഷിൽ തന്നെ തിരക്കഥാകൃത്ത് കൊണ്ടുപോയത്. യുദ്ധം എന്ന് പറയുന്ന സംഗതിയിൽ തന്നെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഈ സിനിമയിലും കാണിക്കുന്നത്. എന്നാൽ ഫയർ ആൻഡ് ആഷ് എന്ന് പറയുന്ന ആ തീമിൽ, ആ ടൈറ്റിൽ പറയുന്നത് ആഷ് എന്നൊരു ഗ്രൂപ്പാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ഗോത്രം. പക്ഷേ അവർക്ക് ആദ്യത്തെ 2 പാർട്ടിലെ മറ്റ് ഗോത്രങ്ങളെ കാണിക്കുന്ന പോലത്തെ ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ ജെയിംസ് കാമറൂൺ കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല. അവർ വന്നു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കൂടുതലും നമ്മുടെ നായകനും പ്രതിനായകനുമായിട്ടുള്ള ഒരു സംഘർഷം തന്നെയാണ് ഈ സിനിമയുടെയും പ്രധാന തീമായിട്ട് കടന്നു പോകുന്നത്. 3-ാം ഭാഗം കൂടുതലും ഫാമിലിയുമായിട്ടുള്ള ഒരു കണക്ഷൻസും ആ പ്രകൃതിയുമായിട്ടുള്ള കണക്ഷൻസും ഇവയായിട്ടുള്ള ഒരു കണക്ഷനും ഒക്കെ കൂടുതലും ഡീപ്പായിട്ട് കാണിക്കാനായിട്ട് ജെയിംസ് കാമറൂൺ ശ്രമിച്ചിട്ടുണ്ട്. ഈ 3-ാം ഭാഗം ആദ്യത്തെ 2 ഭാഗത്തിൻ്റെയും ഇനി തുടർന്ന് വരാൻ പോകുന്ന 4-5 ഭാഗത്തിൻ്റെയും ഒരു കണക്ഷനായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അവസാനത്തെ അരമണിക്കൂറാണ് കൂടുതലായിട്ട് മനുഷ്യരെ ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള സീനുകളെല്ലാം കൊണ്ടുവരുന്നത്. ഒരു 45 മിനിറ്റ്സ്, ലാസ്റ്റ് 45 മിനിറ്റ്സ് ആണ് കൂടുതലും എൻഗേജിങ് ആയിട്ട് തോന്നുന്ന സീനുകൾ വരുന്നത്. അപ്പോൾ ആ ഒരു സീനുകൾ എല്ലാവർക്കും കണ്ടിരിക്കാനും ആസ്വദിക്കാനും കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും പുതിയ മെയിനായിട്ടുള്ള റിവ്യൂസിൻ്റെയും റിവ്യൂ റൈറ്റേഴ്സിൻ്റെയും റിവ്യൂ വരാനിരിക്കുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കമൻറ്റിൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. എന്നാലും വാല്യുബിൾ കമൻസ് പ്രതീക്ഷിക്കുന്നു. തുടർന്നും നല്ല റിവ്യൂസൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. താങ്ക് യു.